ആഡംബര കാർ നിർമ്മാതാക്കളായ റോൾസ് റോയ്സ് കമ്പനിയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്നാൽ ബ്രിട്ടീഷ് കമ്പനിയായ റോൾസ് റോയ്സ് ഒരിക്കലും ഒരു ഇന്ത്യക്കാരനെ അപമാനിച്ചു വിട്ടു. എന്നാൽ ഒട്ടും താമസിക്കാതെ തന്നെ അവർക്ക് അതിനുള്ള പണിയും കിട്ടി. ആ കഥ കേട്ടിട്ടുണ്ടോ? എന്നാൽ ആ കഥയാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യുയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജസ്ഥാനിലെ അൽവാർ എന്ന ദേശത്തിൻ്റെ രാജാവായിരുന്നു ജയ്സിംഗ് പ്രഭാകർ. അക്കാലത്തെ രാജാക്കന്മാരിൽ വെച്ച് സാമാന്യം ധനസമ്പത്തുള്ള ഒരു രാജ്യമായിരുന്നു ആൽവാർ. അതുകൊണ്ട് തന്നെ അത്യാഡംബരപൂർണ്ണമായിരുന്നു ജയ്സിംഗിൻ്റെ ജീവിതവും. ധാരാളം വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങി കൂട്ടുന്നത് മുതൽ തൻ്റെ കുതിരയ്ക്ക് സഞ്ചരിക്കാൻ ഒരു ട്രെയിൻ മുഴുവൻ ബുക്ക് ചെയ്യുകയും അതിന് താമസിക്കാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുകയുമൊക്കെ ചെയ്യുന്നത് വരെ എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ആഡംബരം. ഇത് കൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വീക്ക്നെസ് ആയിരുന്നു കാറുകൾ വാങ്ങിക്കൂട്ടുക എന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ, കൃത്യമായി പറഞ്ഞാൽ 1920 അദ്ദേഹം ലണ്ടൻ നഗരം സന്ദർശിക്കുകയുണ്ടായി. സന്ദർശനത്തിനിടെ ഒരു ദിവസം അദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ ലണ്ടനിലെ ഒരു തെരുവിലൂടെ നടക്കുകയായിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വഴിയുടെ ഒരു വശത്ത് ഒരു വലിയ ഷോറൂം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ലോകപ്രശസ്ത ആഡംബര കാർ നിർമ്മാതാക്കളായ റോൾസ് റോയ്സ് കമ്പനിയുടെ ഒരു ഷോറൂമായിരുന്നു അത്. കാറുകളോട് അമിതമായി കമ്പമുണ്ടായിരുന്ന ജയ്സിംഗ് അവിടെ ഒന്ന് കയറി നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ആ ഷോറൂമിലേക്ക് കയറി ചെന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരനോട് കാറുകളുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ നടന്നത്. കറുത്ത വർഗ്ഗക്കാരനും സാധാരണക്കാരനുമായ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പോലും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിന് താല്പര്യമില്ലായിരുന്നു. എന്നിട്ടും വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരുന്ന ജയ്സിംഗിനോട് പെട്ടെന്നൊരു ജീവനക്കാരൻ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇതെന്ത് വിൽക്കുന്ന കടയാണെന്ന് കരുതിയാണ് താനിവിടേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്. തന്നെപ്പോലെയുള്ളവർക്കൊന്നും പറ്റിയ സ്ഥലമല്ല ഇത്, ഇറങ്ങിപ്പോടോ ഇവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ജയ്സിംഗിനെ ഷോറൂമിന് പുറത്താക്കി അവർ വാതിലടച്ചു. അദ്ദേഹത്തിന് ഇത് വലിയ ഷോക്കായെന്ന് മാത്രമല്ല, കടുത്ത ദേഷ്യവും തോന്നി. എന്നാൽ അപ്പോൾ ഒന്നും മറുത്തു പറയാൻ നിൽക്കാതെ അദ്ദേഹം അവിടെ നിന്നും മടങ്ങി. എന്നാൽ അധികം താമസിയാതെ അദ്ദേഹം അവിടെ തിരികെ എത്തി. പക്ഷേ ഇത്തവണ പഴയതുപോലെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വരവ്. 6-ാം തമ്പുരാൻ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം ചെയ്തതുപോലെ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക വേഷത്തിൽ, അതായത് രാജാവിൻ്റെ ഫുൾ കോസ്റ്റ്യൂം ഇട്ടാണ് മടങ്ങിയെത്തിയത്. കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഷോറൂമിലുള്ളവർക്ക് അവർ ചെയ്ത അബദ്ധം മനസ്സിലായത്. ഇത്തവണ അവർ ജയ്സിംഗിനെ ഒരു VVIP പോലെ തന്നെ പരിഗണിച്ചു. ആളറിയാതെയാണ് നേരത്തെ അങ്ങനെ പെരുമാറിയതെന്നൊക്കെ അവർ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ ജയ്സിംഗ് അതൊന്നും മൈൻഡ് ചെയ്തതേയില്ല. പകരം ആ ഷോറൂമിൽ അപ്പോൾ എത്ര കാറുകളുണ്ട് എന്ന് അദ്ദേഹം അന്വേഷിച്ചു. അപ്പോൾ അവിടെ ആകെ 6 കാറുകളാണ് ഉണ്ടായിരുന്നത്. ആ 6 കാറുകളും ജയ്സിംഗ് അപ്പോൾ തന്നെ വിലയ്ക്ക് വാങ്ങി, അതും റെഡി ക്യാഷ് കൊടുത്തു തന്നെ. അന്തം വിട്ടു നിൽക്കുന്ന അവിടുത്തെ സ്റ്റാഫിനോട് ഇപ്പോൾ വാങ്ങിയ 6 കാറുകൾ കൂടാതെ 4 കാറുകൾ കൂടി തൻ്റെ കൊട്ടാരത്തിലെത്തിക്കാൻ അദ്ദേഹം ഏർപ്പാട് ചെയ്തു. അതിനുശേഷം വാങ്ങിയ 6 കാറുകളുമായി അദ്ദേഹം തിരികെ നാട്ടിലെത്തി. അധികം താമസിക്കാതെ തന്നെ ഓർഡർ ചെയ്തിരുന്ന 4 കാറുകളും കൂടി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തി. വാങ്ങിയ 10 കാറുകളും എത്തിക്കഴിഞ്ഞപ്പോൾ ജയ്സിംഗ് തൻ്റെ യഥാർത്ഥ പ്രതികാരം ആരംഭിച്ചു. ആഡംബരത്തിൻ്റെ അവസാന വാക്കായ റോൾസ് റോയ്സ് കാറുകൾ മുഴുവൻ അദ്ദേഹം അവിടുത്തെ മുനിസിപ്പാലിറ്റിയെ ഏൽപ്പിച്ചു. എന്നിട്ട് ആ വണ്ടികൾ ഉപയോഗിച്ചായിരിക്കണം ഇനി മുതൽ ആ പ്രദേശത്തെ വേസ്റ്റ് മുഴുവൻ നീക്കം ചെയ്യേണ്ടത് എന്നൊരു ഉത്തരവും പുറപ്പെടുവിച്ചു. അങ്ങനെ ആ കാറുകളുടെ മുന്നിൽ ചൂലൊക്കെ വെച്ച് കെട്ടി അവിടെയുള്ള വേസ്റ്റ് നീക്കം ചെയ്യുന്നതിന് അത് ഉപയോഗിച്ചു തുടങ്ങി. ഈ സംഭവം പെട്ടെന്ന് തന്നെ ഒരു വാർത്തയായി. വിദേശ മാധ്യമങ്ങളിലടക്കം ചിത്രങ്ങൾ സഹിതം ഈ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടു. റോൾസ് റോയ്സ് കമ്പനിക്ക് ഇത് വലിയ നാണക്കേടുണ്ടാക്കി. തങ്ങളുടെ റെപ്യൂട്ടേഷൻ തകരുമെന്നും വിൽപ്പനയ്ക്ക് പോലും ഇടിവുണ്ടായേക്കുമെന്നും അവർ ഭയപ്പെട്ടു. ഈ പ്രവൃത്തിയിൽ നിന്നും പിന്മാറണമെന്ന് അവർ ജയ്സിംഗിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ താൻ വില കൊടുത്തു വാങ്ങിയ കാറുകൾ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് താൻ തന്നെ തീരുമാനിച്ചു കൊള്ളാമെന്ന് ജയ്സിംഗ് തിരിച്ചടിച്ചു. ഒടുവിൽ റോൾസ് റോയ്സ് കമ്പനി ജയ്സിംഗിന് മുന്നിൽ മുട്ടുമടക്കി. തങ്ങളുടെ സ്റ്റാഫ് ചെയ്ത തെറ്റിന് അവർ നിരുപാധികം മാപ്പ് പറഞ്ഞു. കൂടാതെ കോമ്പൻസേഷനായി 6 പുതിയ റോൾസ് റോയ്സ് കാറുകൾ കൂടി ഫ്രീ ആയി ജയ്സിംഗിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്രയും ആയതോടുകൂടി ജയ്സിംഗ് തൻ്റെ പ്രതികാരം അവസാനിപ്പിച്ചു. മുഴുവൻ കാറുകളും പഴയതുപോലെയാക്കി തൻ്റെ കാർ ശേഖരത്തിലേക്ക് ചേർത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതൊരു കാർ കമ്പനിക്കെതിരെയുള്ള പ്രതികാരമായിരുന്നെങ്കിലും വർണ്ണവിവേചനത്തിനെതിരെ ബ്രിട്ടീഷുകാർക്കുള്ള ശക്തമായ ഒരു താക്കീതും കൂടിയായി മാറി. അങ്ങനെ ആഗോള വ്യവസായ ഭീമൻ എന്ന് അഹങ്കരിച്ചിരുന്ന റോൾസ് റോയ്സ് കമ്പനി ഒരു ഇന്ത്യക്കാരൻ്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളത് ചരിത്രമായി മാറി. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കഥകൾ ഇഷ്ടപ്പെടുന്ന മറ്റ് സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.